ഹലോ ഗുട്ടൻ ടാഗ്. Ich heiße Blessy von Joey's Perfect Academy. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് രണ്ട് സ്വൈറ്റ് ടൈലിയെ കൊണക്റ്റേഴ്സ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് നോക്കാം. എൻഡ് വേഡർ ഓർഡറും അതുപോലെ തന്നെ വേഡർ നോഹും. ഈ രണ്ട് കണക്റ്റേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് എൻഡ് വേഡർ ഓർഡർ ആണ്. ഇത് എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നോക്കാം. യൂസ്ഡ് ടു ഷോ ചോയ്സ് ബിറ്റ്വീൻ ടു പോസിബിലിറ്റീസ്. അതായത് നമ്മുടെ ഫ്രണ്ടിൽ രണ്ട് ഓപ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കാം. ഇതിലേതെങ്കിലും ഒരെണ്ണമാണ് നമുക്ക് ചൂസ് ചെയ്യേണ്ടത്. അങ്ങനെയുള്ള സാഹചര്യം വരുന്ന സമയത്താണ് നമ്മൾ ഈ എൻഡ് വേഡർ ഓർഡർ എന്ന് പറഞ്ഞാൽ ഈ ഒരു കണക്റ്റർ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ എയ്തർ ഓർ, അതായത് ഏതെങ്കിലും ഒരെണ്ണമായിരിക്കണം നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ അത് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എൻഡ് വേഡർ ഓർഡർ എന്ന് പറഞ്ഞ ഈ ഒരു കണക്റ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓൺലി വൺ ഓപ്ഷൻ ക്യാൻ ബി ഹാപ്പൻ, അതായത് ഏതെങ്കിലും ഒരു ഓപ്ഷൻ മാത്രമേ അവിടെ നടക്കുള്ളൂ. ഇതിൻ്റെ മലയാളം മീനിങ് വരാണെങ്കിൽ ഒന്നുകിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു പറയുന്ന സമയത്താണ് നമ്മൾ ഈ എൻഡ് വേഡർ ഓർഡർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ സെൻറ്റൻസ് സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കാം. എൻഡ് വേഡർ കംസ് ബിഫോർ ദ ഫസ്റ്റ് ഓപ്ഷൻ, അതായത് രണ്ട് ഓപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഇതിൽ ആദ്യത്തെ ഓപ്ഷൻ ഏതാണോ അതിൻ്റെ മുൻപിലായിരിക്കും നമ്മൾ എൻഡ് വേഡർ വെക്കുന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് ഓപ്ഷൻ്റെ ഫ്രണ്ടിലായിരിക്കും ഓർഡർ എന്ന് പറഞ്ഞ വാക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ഇത് രണ്ടും രണ്ട് കണക്റ്റേഴ്സ് ആണ്. ഒറ്റ സെൻറ്റൻസിലായിരിക്കും നമ്മൾ എൻഡ് വേഡർ ഓർഡർ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കണക്റ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ സെൻറ്റൻസ് എഴുതുന്ന സമയത്ത് നമ്മൾ കോം ഇട്ട് സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഒറ്റ സെൻറ്റൻസ് ആയിട്ട് തന്നെയായിരിക്കും ഈ എൻഡ് വേഡർ ഓർഡർ എന്ന് പറഞ്ഞാൽ ഈ കണക്റ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ സെൻറ്റൻസ് സ്ട്രക്ചർ നോക്കാം. ഫസ്റ്റ് നമ്മൾ എൻഡ് വേഡർ വയ്ക്കുകയാണെങ്കിൽ ദെൻ സെക്കൻഡ് പൊസിഷനിൽ നമ്മൾ വെർബാണ് വെക്കേണ്ടത്. അതിനുശേഷമായിരിക്കും നമ്മൾ സബ്ജക്റ്റ് എഴുതുന്നതും. പിന്നെ നമ്മൾ ഫസ്റ്റത്തെ ഓപ്ഷൻ ഏതാണ് നമ്മൾ എഴുതാൻ പോകുന്നത് അത് എഴുതുന്നു. അതിനുശേഷം ഓർഡർ. പിന്നെ നമ്മൾ സാധാരണ ഒരു സെൻറ്റൻസ് എങ്ങനെയാണോ എഴുതുന്നത് അതുപോലെ തന്നെ ആയിരിക്കും ഓർഡറിന് ശേഷമുള്ള ബാക്കിയുള്ള സെൻറ്റൻസ് വരുന്നത്. ഫസ്റ്റത്തെ പൊസിഷനിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. എൻഡ് വേഡർ കഴിഞ്ഞിട്ട് വെർബായിരിക്കും വരണ്ടേ. അതിനുശേഷമാണ് നമ്മൾ സബ്ജക്റ്റ് വയ്ക്കാം. ഇനി നേരെ തിരിച്ച് തേർഡ് പൊസിഷനിലാണ് നമ്മൾ എൻഡ് വേഡർ വയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ആയിരിക്കും നമ്മൾ സബ്ജക്റ്റ് എഴുതുക, അതിനുശേഷം വെർബ്, ദെൻ എൻഡ് വേഡർ. പിന്നെ ഓർഡറിന് ശേഷമുള്ളത് നോർമലി നമ്മൾ എങ്ങനെയാണോ ഒരു സെൻറ്റൻസ് എഴുതുന്നത് അതുപോലെ തന്നെയായിരിക്കും എഴുതുന്നത്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. എൻഡ് വേഡർ ലേർണേ ഇഷ് ഡോയിഷ്, ഓർഡർ ഇഷ് ലേർണേ ഇംഗ്ലീഷ്. ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഞാൻ ജർമ്മൻ പഠിക്കും അല്ലെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കും. ഇതാണ് ഇതിൻ്റെ മീനിങ് വരുന്നത്. ഇനി ഇതിൻ്റെ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ നോക്കാം. ഇവിടെ ഫസ്റ്റ് പൊസിഷനിലാണ് എൻഡ് വേഡർ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം സെക്കൻഡ് പൊസിഷനിൽ ഇഷാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അതിനനുസരിച്ച് കോൺജുഗേറ്റ് ചെയ്തിട്ട് ലേർൺ എന്ന് പറഞ്ഞ വെർബാണ് എഴുതിയിരിക്കുന്നത്. അത് ഇഷ് ആയതുകൊണ്ട് ലേർണേ എന്ന് പറഞ്ഞ് കോൺജുഗേറ്റ് ചെയ്ത് എഴുതി. ഇനി ലേർണേ ഇഷ് ഡോയിഷ്, ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ഓപ്ഷൻ. ഡോയിഷ് അതായത് ജർമ്മൻ എന്നുള്ളതാണ് ഫസ്റ്റ് ഓപ്ഷൻ. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഞാൻ ജർമ്മൻ പഠിക്കും അല്ലെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കുന്നതാണ് അതിൻ്റെ മീനിങ് വരണേ. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ജർമ്മൻ ആയതുകൊണ്ട് അതാണ് നമ്മൾ ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എൻഡ് വേഡർ വയ്ക്കുക, ദെൻ വെർബ്, ദെൻ സബ്ജക്റ്റ്, പിന്നെ ഫോർത്ത് പൊസിഷനിലാണ് നമ്മുടെ ഓപ്ഷൻ വന്നിരിക്കുന്നത്. ഇനി അതിനുശേഷം കോമ ഇടേണ്ട ആവശ്യമില്ല, നേരെ ഓർഡർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വേർഡ് എഴുതി. ദെൻ ഇഷ് ലേർണേ ഇംഗ്ലീഷ്. നമ്മൾ സാധാരണ ഒരു നോർമൽ സെൻറ്റൻസ് എഴുതുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്, ഇഷ് ലേർണേ ഇംഗ്ലീഷ്. ഇനി അടുത്ത സെൻറ്റൻസ് നോക്കുകയാണെങ്കിൽ സി ഫർട്ട് എൻഡ് വേഡർ മിറ്റ് ദം ബുസ് ഓർഡർ സി ഗേറ്റ് സു ഫുസ്. അതായത് ഒന്നില്ലെങ്കിൽ അവൾ ബസ്സിൽ പോവും അല്ലെങ്കിൽ നടന്നു പോവും. അപ്പോൾ ഫസ്റ്റത്തെ ഓപ്ഷൻ ബസ്സിൽ പോവുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സെൻറ്റൻസ് നോക്കുകയാണെങ്കിൽ ഇവിടെ തേർഡ് പൊസിഷനിലാണ് എൻഡ് വേഡർ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് നമ്മൾ സബ്ജക്റ്റ് എഴുതി. സി അവൾ എന്നുള്ളതാണ് സബ്ജക്റ്റ്, അത് എഴുതി. ഇനി സി ആയതുകൊണ്ട് ഫാർ എന്ന് പറഞ്ഞ വെർബിനെ ഫേർട്ട് എന്നാണ് നമ്മൾ കോൺജുഗേറ്റ് ചെയ്ത് എഴുതുന്നത്. അപ്പോൾ സി ഫേർട്ട് എൻഡ് വേഡർ, തേർഡ് പൊസിഷനിലാണ് നമ്മൾ എൻഡ് വേഡർ വെച്ചിരിക്കുന്നത്. ഇനി നമ്മുടെ ഓപ്ഷൻ മിറ്റ് ദം ബസ്, അതായത് ബസ്സിൽ പോവുക എന്നുള്ളതായിരുന്നു ഫസ്റ്റ് ഓപ്ഷൻ, അത് വെച്ചു. ദെൻ ഓർഡർ ഇട്ടു. ഓർഡറിന് ശേഷം നമ്മൾ നോർമൽ സെൻറ്റൻസ് എഴുതുന്ന പോലെ തന്നെ സി ഗേറ്റ് സു ഫൂസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതി. ഇനി അടുത്തൊരു സെൻറ്റൻസ് നോക്കുകയാണെങ്കിൽ എൻഡ് വേഡർ ഗേഷ് ഇൻസ് ക്രാങ്കർ ഹൗസ് ഓർഡർ ഇഷ് ബ്ലൈബേ സു ഹൗസേ. അതായത് ഒന്നില്ലെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിൽ പോവും അല്ലെങ്കിൽ വീട്ടിൽ തന്നെ സ്റ്റേ ചെയ്യും. ഇതിൽ ഫസ്റ്റത്തെ ഈ ഒരു എൻഡ് വേഡർ നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം കണ്ട അതേ സെൻറ്റൻസിൻ്റെ ഓർഡറിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് എൻഡ് വേഡർ വെച്ചു, ദെൻ വെർബ് ഗേ എന്നുള്ളത് ഇഷ്ടമനുസരിച്ച് കോൺജുഗേറ്റ് ചെയ്ത് എഴുതി. ദെൻ ഇൻസ് ക്രാങ്കൻ ഹൗസ് ആണ് നമ്മുടെ ഓപ്ഷൻ, അപ്പോൾ അത് നമ്മൾ വെച്ചു. ഇനി ഓർഡർ കഴിഞ്ഞിട്ട് ഇഷ് ബ്ലൈബേ സു ഹൗസേ, ഞാൻ വീട്ടിൽ തന്നെ സ്റ്റേ ചെയ്യുന്നുള്ള നോർമൽ സെൻറ്റൻസ് എങ്ങനെയാണോ അതുപോലെ തന്നെ എഴുതി. ഇനി അടുത്തൊരു കണക്റ്ററാണ് വേഡർ നോഹ് എന്നുള്ളത്.
ഈ നമ്മൾ യൂസ് ചെയ്യണത് രണ്ട് ഓപ്ഷൻ നമുക്ക് ആവശ്യമില്ലാത്ത സമയത്താണ്, അതായത് രണ്ടും റിജക്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം വരേണ്ട സമയത്താണ് വേഡർ നോഹ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കണക്ടർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നെയ്തർ നോർ. ഇത് അതായത് രണ്ട് സംഭവം, രണ്ട് തിങ്സും അവിടെ നടക്കുന്നില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വേഡർ നോഹ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ സെന്റൻസ് സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ നേരത്തെ എഴുതിയ പോലെ തന്നെ എൻഡ് വേർഡർ ഓർഡർ എഴുതുന്നത് എങ്ങനെയാണോ എഴുതിയത് അതുപോലെ തന്നെയാണ് വേഡർ നോഹ് എഴുതുന്നത്. ഫസ്റ്റ് നമ്മൾ വേഡർ വെച്ചു, ദെൻ വെർബ്, സബ്ജക്റ്റ്, പിന്നെ നമ്മുടെ ഓപ്ഷൻ എന്താണോ അത് എഴുതും, പിന്നെ നോഹ്. പിന്നെ ഇവിടെ ഒരു വ്യത്യാസം വരുന്നത്, ഓർഡർ എഴുതിയ സമയത്ത് നമ്മൾ സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് ആ ഒരു ഫോമിലാണ് എഴുതിയത്. അതായത് നോർമൽ സെന്റൻസ് എഴുതുന്ന സ്ട്രക്ചറിൽ തന്നെയാണ് ഓർഡർ കഴിഞ്ഞിട്ടുള്ള സെന്റൻസ് എഴുതിയത്. പക്ഷെ ഇവിടേക്ക് വരുമ്പോൾ നോഹ് കഴിഞ്ഞ് കഴിയുമ്പോൾ വെർബാണ് നമ്മൾ ഫസ്റ്റ് വെക്കുക, അതിന് ശേഷമാണ് നമ്മൾ സബ്ജക്റ്റ് എഴുതുന്നത്. നോഹ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വേർഡിന് നമ്മൾ ഫസ്റ്റ് പൊസിഷൻ കൊടുത്തിട്ടായിരിക്കും സെക്കൻഡ് പൊസിഷനിൽ നമ്മൾ വെർബ് എന്ന് പറഞ്ഞിട്ടുള്ളത് എഴുതുന്നത്, അതിന് ശേഷമായിരിക്കും നമ്മൾ സബ്ജക്റ്റ് എഴുതാം. ഇനി വേറൊരു രീതിയിൽ എഴുതാണെങ്കിൽ ഫസ്റ്റ് സബ്ജക്റ്റ് വെച്ചിട്ട് എഴുതുമ്പോൾ തേർഡ് പൊസിഷനിലായിരിക്കും വേഡർ വരുന്നത്. പിന്നെ നമ്മുടെ ഓപ്ഷൻ എഴുതുന്നു നോഹ്, പിന്നെ അടുത്ത ഓപ്ഷൻ. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും നെഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വേഡർ നോഹ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പം നമ്മൾ എക്സ്ട്രാ നിഷ്ട് കൈ എന്ന് പറഞ്ഞിട്ടുള്ള വേർഡ് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് ഇപ്പോൾ ഈ ഒരു സെന്റൻസ് നോക്കുകയാണെങ്കിൽ ഇഷ്ട്രിങ്കെ കൈനൻ ടേ ഉഡ് കൈനൻ കഫേ, അതായത് ഞാൻ ചായയും കുടിക്കില്ല കാപ്പിയും കുടിക്കില്ല. ഈ ഒരു സെന്റൻസിൽ രണ്ടും നെഗേറ്റ് ചെയ്യാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ കൈനൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വേർഡ് നമ്മൾ യൂസ് ചെയ്തത്. ഇനി വേഡർ നോഹ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കണക്ടറിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ കൈനൻ എന്ന് പറഞ്ഞ വാക്ക് നമ്മൾ വീണ്ടും എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇഷ്ട്രിങ്കെ വേഡർ ടേ നോഹ് കഫേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സെന്റൻസിന്റെ അതേ മീനിങ് തന്നെയാണ് കിട്ടുന്നത്. അതുകൊണ്ട് നിഷ്ട് കൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വേർഡ്സ് നമ്മൾ എക്സ്ട്രാ ഇതിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ അടുത്ത സെന്റൻസ് നോക്കുകയാണെങ്കിൽ ഇഷ് ബിൻ നിഷ്ട് ഷോൺ ഉഡ് നിഷ്ട് ഹ്യൂബ്ഷ്, അതായത് ഞാൻ ബ്യൂട്ടിഫുള്ളും അല്ല പ്രെറ്റിയും അല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിഷ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വേർഡ് യൂസ് ചെയ്തത്. ഇത് ഷ്യൂൺ എന്ന് പറഞ്ഞതും ഹ്യൂബ്ഷ് എന്ന് പറഞ്ഞതും രണ്ടും അഡ്ജക്റ്റീവ്സ് ആയതുകൊണ്ടാണ് നമ്മൾ നിഷ്ട് യൂസ് ചെയ്തിരുന്നത്. ഇനി വേഡർ നോഹിലോട്ട് വരുന്ന സമയത്ത് ആ രണ്ട് വാക്ക് നമ്മൾ യൂസ് ചെയ്യില്ല. അതുപോലെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കൊണച്ചോറ് നമുക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇഷ് ബിൻ വേഡർ ഷ്യൂൺ നോ ഹ്യൂബ്ഷ്, അങ്ങനെ പറയുമ്പോൾ തന്നെ ആ ഒരു നെഗേഷൻ നമുക്ക് അവിടെ മീനിങ്ങിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കുറച്ചുകൂടെ എക്സാമ്പിൾസ് നോക്കാം. ഇഷ്ട്രിങ്കെ വേഡർ ടേ ഓർഡർ കഫേ, നോ കഫേ, അതായത് ഞാൻ ചായയും കുടിക്കില്ല കാപ്പിയും കുടിക്കില്ല. ഇത് രണ്ടും നെഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വേഡർ നോഹ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കണക്ടർ യൂസ് ചെയ്തത്. ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ എർ ഹാറ്റ് വേഡർ സൈറ്റ് നോഹ് ഗെൽഡ്, അതായത് അവന് സമയവും ഇല്ല പൈസയും ഇല്ല. അപ്പോൾ ഇവിടെ നമ്മൾ സെന്റൻസിന്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വെർബ് സബ്ജക്റ്റ് വെച്ചു, ദെൻ വെർബ്, പിന്നെ വേഡർ കഴിഞ്ഞിട്ട് നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ടുള്ള സൈറ്റ് ടൈമിനെയാണ് വെച്ചിരിക്കുന്നത്. അതിനുശേഷം സെക്കൻഡ് ഓപ്ഷൻ ആയിട്ടുള്ള ഗെൽഡ് വെച്ചിരിക്കുന്നു. ഇനി അടുത്ത സെന്റൻസ് നോക്കുകയാണെങ്കിൽ സീഷ് പ്രിഷ്ട് വേഡർ ഡോയിഷ് നോഹ് ഇംഗ്ലീഷ്, അതായത് അവള് ജർമ്മനും സംസാരിക്കില്ല അതുപോലെ തന്നെ ഇംഗ്ലീഷും സംസാരിക്കില്ല. അപ്പൊ രണ്ടും സംസാരിക്കില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വേഡർ നോഹ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കണക്ടർ യൂസ് ചെയ്തത്. അപ്പൊ സാമൻ ഫാസ്റ്റിങ്ങിലോട്ട് വരികയാണെങ്കിൽ എൻഡ് വേഡർ ഓർഡർ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ചോയ്സ്, ഏതെങ്കിലും ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യേണ്ട അവസ്ഥ വരുന്ന സമയത്താണ് എൻഡ് വേഡർ ഓർഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കണക്ടർ യൂസ് ചെയ്യുന്നത്. ഇനി രണ്ടും ആവശ്യമില്ല, ഇല്ലെങ്കിൽ രണ്ടും നെഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്ന സമയത്താണ് വേഡർ നോഹ് എന്ന് പറഞ്ഞ കണക്ടർ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. താങ്ക് യു.